നല്ല തീട്ട പേര്. തുപ്പിടല്ലേ ബ്രോ ആദ്യം കാറ്റൂതൊന്നും നിർത്തുവോ? സൂപ്പർ ബ്രോ, സൂപ്പർ സൂപ്പർ. പിന്നെയല്ല ഞാൻ 2 ദിവസം പോയിട്ട് ടീമോട്സ് ഒക്കെ കേക്കോട്ടിലൂടെ കണ്ടത് പൊട്ട പുറത്താണ്. വിഷയമില്ലാതല്ലേ പൊട്ടനെ കണ്ട ഒരു ഷെയർ ഒരു പൊട്ടനെ ഇതെന്താടാ രാത്രി പണിക്കൊക്കെ പോയി രാവിലെ പോയി തുടങ്ങിയടാ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട്. എടാ 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 അവിടെ അവന്റെ ചുണ്ടു നോക്കിയടാ ലിപ്സ്റ്റിക് ഒക്കെ ചെയ്ത് എടാ കുണ്ടനാണോടാ നീ? എടാ ലിപ്സ്റ്റിക് എടാ എടാ ഇവന്റെ മുഖത്ത് നോക്കിയടാ ഈ എടാ ഇവന്റെ മുഖത്ത് നോക്കിയടാ. എടാ രാത്രി പണിക്കൊക്കെ നീ രാവിലെ ഇറങ്ങി നടന്നത് ലിപ്സ്റ്റിക് എടാ ലിപ്സ്റ്റിക് ഇട്ട് നടക്കുന്ന നോക്കിയടാ ഈ പെണ്ണൻ പെണ്ണൻ നോക്കി പെണ്ണനാണോ നീ? പെണ്ണനാ പെണ്ണൻ അവന്റെ മുഖത്തേക്ക് ലിപ്സ്റ്റിക് ഇട്ട് നടക്കുന്നല്ലേ. അവ എന്തൊക്കെ പറയുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അവ എന്തൊക്കെ പറയുന്നുണ്ട്, എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. എന്തോ ആയിരിക്കും. ബ്രോ ഗ്യാങ് ആണോ? ബ്രോ ഗ്യാങ് ആണോ? ഹലോ ബ്രോ ബ്രോ ഗ്യാങ് ആണോ? ബ്രോ ഗ്യാങ് ആണോ? എടാ T47 മറ്റേ ഇവൻ മറ്റേ പെയിൻ ആയിട്ട് ഇവിടെ TDM പേടിച്ചോടെ കണ്ടേക്ക് ലിപ്സ്റ്റിക് ഇട്ട് അടക്കില്ല രാവിലെ പണിയാണ്. അതിനൊരു പണിയാണ് ലിപ്സ്റ്റിക് ഇട്ട് കാലത്തിനൊരു ലിപ്സ്റ്റിക് ഇട്ട് പണിയാണ്. ഇനി വാ ടീടത്തിനോട് എടാ ഇവ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൻ പറയുന്നത്. 2 പ്രാവശ്യം കണ്ട് അവന്റെ അടുത്തൊന്നും പറയില്ല. കൊച്ചൊന്നും പറയാൻ കരഞ്ഞു പൊട്ടനാണ്. എല്ലാം പൊട്ട പൊട്ടന്മാരാണ്. ഊത്തിനെ പിടിച്ച് കോൺട്രാക്ടറാക്കി പറയാം. 5 വട്ടം എവിടെ തോറ്റ്? നിനക്ക് 5 വട്ടം നീ എവിടെ തോറ്റ്? നീ എവിടെ തോറ്റ്? നീ എണ്ണം പറ. എടാ അതൊന്നും അറിയില്ല. അവനെ എണ്ണാനും അറിയത്തില്ല. അവനൊന്നും എണ്ണാനും അറിയത്തില്ല. നീ ആറെണ്ണം പറ. അയ്യോ നീ മറ്റേ വെക്കേഷൻ കണ്ടി നിനക്ക് അവന് പറയുന്നവരെ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ അയ്യോ ഞാൻ ഭയമാറ്റി തരാം. വെക്കേഷനായിട്ട് ഒരു ഗ്യാങ് മൊത്തം ഇറങ്ങിയത്. ഒരാളല്ല ഗ്യാങ് മൊത്തം വെക്കേഷനായിട്ട് ഇറങ്ങി. എടാ ഒരു ചൂരിലെടുക്കട്ടെ. ഒരു ചൂരിലങ്ങെടുക്കട്ടെ. അടിക്കാൻ വേണ്ടിട്ട് ഒരു ചൂരിലങ്ങെടുക്കട്ടെ.
വെക്കേഷൻ ആയിട്ട് ഒരു ഗ്യാങ് മൊത്തം ഇറങ്ങി. കളിക്കാൻ പറ്റില്ല. നിന്റെ വേറെന്താ കേൾക്കണം, വേറെന്താ കേൾക്കണം? നിന്റെ ഡാമ് കോട്ടയിലുണ്ട്, ഡാമ് കോട്ടയം ഊത്ത ബിപി ഞാൻ അടിച്ചത് ഊത്ത ഡിക്കില്ലാത്തവരെ ഊത്ത ബിപിന്റെ നിനക്കില്ലാത്ത നിനക്കില്ലേ, നിനക്ക് സാധനം ഇല്ലേ? കാര്യം മറ്റേ ഹോളൊന്നും പിടിച്ച് എനിക്ക് കണ്ട ഹോളിലൊക്കെ കണ്ട ഹോളൊന്നും പിടിച്ച് എനിക്ക് ഹോളിനകത്ത് കണ്ട ഹോളിൽ കയ്യിട്ടൊക്കെ എനിക്ക് സൗകര്യം ഇല്ല കണ്ട ഹോളിൽ കയ്യിട്ടൊക്കെ. നീ അത് ഹോളച്ച് ചെയ്യടാ കണ്ടി. എടാ ഹലോ പാമ്പും മറ്റേ സാധനം പിടിച്ചോ, പാമ്പും കണ്ടി ആണോ? എങ്കിൽ അങ്ങോട്ട് മാറിയില്ലേ, അങ്ങോട്ട് മാറിയപ്പോ കഴിവില്ലാത്ത സൈസാണ് ഒളിച്ചില്ലേ, കഴിവില്ലാത്ത സൈസാണ് ഒളിച്ചില്ലേ. സൈസാണ് പുറത്തറകളെ ധൈര്യത്തെ കണ്ടി, പുറത്തറകളെ കണ്ടി ധൈര്യത്തേക്ക് ഞാൻ ആരാ? നീ സിറ്റിസായിട്ട് നീ കൊണാനുള്ള പുറത്തിറങ്ങി പുറത്തിറങ്ങാതെ കണ്ടി. മറ്റേ പിപ്പില് മറ്റേ ഊത്ത് വായിക്കുന്ന പീപ്പി, നീ അവന്റെ അടുത്ത് പോയി പറ. ഊത്ത് വായിക്കുന്ന ഒരു പീപ്പില്, മറ്റേ ഊത്ത് വായിക്കുന്ന ഒരു പീപ്പിക്കടാ, നമ്മുടെ ഊത്ത് മാറ്റി വായിക്കുന്ന ഒരു വാണല്ലേ വാണം. നീ അവന്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. നിന്റെ ഊത്ത് വായിക്കുന്ന ഒരു പീപ്പി വാണല്ലേടാ, അവന്റെ അടുത്ത് പോയി പറയടാ വാണമേ. ഒരു സിറ്റി സമാനങ്ങളൊക്കെ വന്നിട്ടുണ്ടാക്കിയിട്ടുണ്ട്. പോടാ എടാ, സിറ്റിസനല്ലേ നീ? സിറ്റിസനാണോ നീ? സിറ്റിസനല്ലേ? എടാ പോടാ ഇറങ്ങി, നീ സിറ്റിസനല്ലേ? അറിയ പോടാ. ഗ്യാങ്ങിനടുത്ത് തുടങ്ങി വാണം സിറ്റിസൺ വാണം. എടാ നീ സിറ്റിസൺ ആണോ? പോ വാണമേ, പോ നീ പോ. സിറ്റിസൺ വാണങ്ങളൊക്കെ പോ ഇവിടുന്ന്. നീ പോകോ ലിപ്സ്റ്റിക് ഇട്ട വേണം. എനിക്ക് വേണ്ടടാ, നിന്റെ ഊത്തിന് കൊടുക്ക് പോയിട്ട്. ഊത്തിന് കടിക്കാൻ കൊടുക്കും. നീ ഊത്തിനങ്ങ് കൊടുക്കാൻ, ഊത്തിനങ്ങ് വായിൽ വെച്ച് കൊടുക്കും. നീ അങ്ങ് ഊഹിച്ചങ്ങ് എടുത്താൽ നീ അങ്ങ് ഇങ്ങനെ പറയല്ലേ. കേക്കട്ടെ അവനതില്ല. ഇത് വെറുതെയാണ്, അവൻ വരുത്തില്ല വെറുതെ അടി. ഇല്ല അങ്ങനില്ല. നോക്കാനാടാ ജുബ്രു. എടാ അവന് പേടിയാടാ, പേടിയാടാ രാത്രിയിലത്തെ പണിയല്ല. നിന്റെ രാത്രിയിലത്തെ മറ്റേ എടുക്കാൻ പോണ പണിയല്ല പുറത്തിറങ്ങാ. രാത്രി എടുക്കാൻ പോണ പണിയില്ല. ഇവിടെ കുറച്ചുപേര് നിക്കുന്നുണ്ട്, അവന്മാരൊക്കെ നോക്കണം. പാമ്പ് മുഖത്തിൽ എടുക്കൂല, അതുപോലെ എടുക്കാനല്ല പറഞ്ഞ. പാമ്പ് ചെല്ലുകയാണല്ലോ നീ. പിന്നെ പാമ്പ് എടുത്തിന്റെ സാധനല്ലേ. സൂപ്പർ പുറത്തിറങ്ങി കരയിലടാ അങ്ങനെ
എനിക്ക് കുഴപ്പമില്ല റോയ്ക്ക് വാ. അതാ ഞാൻ ഇവിടെ വെറുതെ നിൽക്കുക ചീടിയതിലുണ്ടോ? കുഴപ്പമില്ലല്ലോ ആ കുഴപ്പമില്ല വാ ഇങ്ങോട്ട് വാ. ഇറങ്ങാം. എന്തായാലും കേസുകൊണ്ട് ഇറങ്ങാം. വാ. നീ ഇറങ്ങാന്നല്ലേ പറയാ. വാ. ഞാൻ ചുക്കുറു. ഞാൻ കേങ്ങ. ഞാൻ ടി വി. അപ്പൊ ആ പിങ്ക് മുടിയോ ടി വി ആണോ? അവൻ ടി വി. ശരിയാ ശരിയാ. ബ്രോ സിറ്റിസൺ അല്ലേ? അത് ബ്രോ പറഞ്ഞുതരാം. നീ സിറ്റിസൺ ആയിട്ട് കളിക്കാൻ പോകില്ല. നമ്മള് സിറ്റിസൺസ് കാണിച്ച് വാണ കളിക്കാൻ പോകില്ല. നമ്മൾ സിറ്റിസൺസ് കാണിച്ച് കളിക്കാൻ പോകില്ല. സിറ്റിസൺസ് ഇത് നിനക്കൊള്ളാം. ബാ. ഊത്തണ്ണ പേടിച്ചിരിക്കുന്നത് നമ്മളെ പ്രശ്നമല്ലോ. നിന്റെ ഊത്തണ്ണ പേടിച്ചിരിക്കണേ കണ്ടി മറ്റേ ഊത്തണ്ണ അച്ഛൻ പേടിച്ചിരിക്കണ ഇതല്ലല്ലോ. വണ്ടി നമ്മുടെ ഗ്യാങ് വണ്ടി വല്ലതും ഉണ്ടോ ഇവിടെ? കണ്ണുണ്ടല്ലോ. നീ ഗ്യാങ്സിലല്ലേ? നീ കഴിക്കാൻ മതി. ചൂരിലെടുത്ത് അങ്ങ് അടിക്കുക. കഴുകടാ നീ. എന്താടാ ഇതെന്താ നിന്റെ ഞാൻ പറഞ്ഞല്ലേ ഇതെന്താണ് ഊത്തിന്റെ പരിപാടിയാണ് ഇതൊക്കെ? എടാ ഇതെന്താടാ നിന്റെ മറ്റേ നൈറ്റ് ഡ്യൂട്ടിന്റെ പരിപാടിയാണ് ഇതൊക്കെ? ഇല്ല അത് നീ ചെയ്തില്ലെങ്കിൽ അടിക്കാൻ വേണ്ടി ചൂരിലാണത്. ആ കൊച്ചു പിള്ളേർക്ക് ഉള്ളതൊക്കെയാ. അത് നിനക്കാണ്. എന്റെ വയസ്സ് 26. 26. നിനക്ക് എത്രയാ? നിനക്ക് എത്രയാ? 18 തികഞ്ഞോ? നിനക്ക് എത്രയാ? എനിക്ക് സോറി 17. അത് കുറച്ച് കൂടുതലല്ല, കുറച്ച് പറ. 17 വയസ്സ് സ്വന്തം ക്ലീൻ സർ. പഠിക്കാൻ പോയിട്ടില്ലേ? പഠിക്കാൻ പോകണ്ട. ഡെയിലി ഇവിടെ വന്ന് നക്കി തുറക്കുന്നേ. നക്കി തുറക്കായിരുന്നു. രാമോപ്പിയുടെ കണ്ടിയുടെ പോലെ ഉണ്ട്. കഴുകു നീ ഒരു കണ്ടിയല്ലേ? വേണ തിന്നോ? അത് നീ വെച്ചോ. ഞാനത് തിന്നാറില്ല. ഇല്ല ഇതിപ്പോ പിപിയുടെ 3 നേരം തരണ അവിടെ മുറിച്ച് മുറിച്ച് അതാ നിന്റെ അവിടെ പോയിട്ട് പിന്നെ ഞാനിങ്ങനെ എത്രത്തോളം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. നിങ്ങൾ പുതിയ അബ്ബാസാക്കോ? അല്ല അറിയാലോടാ. അല്ല കാണുന്നുണ്ടല്ലോ നീ. പിന്നെ ഇതൊക്കെ നമ്മള് കൊറേ കണ്ടത്. എല്ലാം അറിയുന്നുണ്ടല്ലേ? പോയത് പിന്നെ എല്ലാം അറിയില്ലേ? നമ്മളിതൊക്കെ എത്ര കണ്ടതാ? കണ്ടതാണ്. നമ്മൾ കൊറേ ആളെ കേൾപ്പിച്ചല്ലേ. സ്വീറ്റ് ഓൾഡ് ഡേയ്സ് ഒരു മെമ്മറീസ് ആയിട്ട്. ഓ പക്ഷെ എല്ലാം കാണുന്നുണ്ടല്ലേ നീ? എല്ലാം മീൻസ് എന്ത് കാണുന്നു? അല്ല എല്ലാം പറയുന്നുണ്ടല്ലോ. എല്ലാം ഇറക്കി വിട്ടോ. എല്ലാം പറയുന്നുണ്ടല്ലോ മീൻസ് അബ്ബാസാണോ? പുതിയ അബ്ബാസ് ആക്കുമെന്ന് വെച്ചാൽ നീ പിന്നെ നമ്മളെന്തോ ആക്കിയത്? ഓർമ്മ ശരിയാണെങ്കിൽ വേറെന്തോ ആക്കിയായിരുന്നല്ലോ. എന്താക്കി? മറന്നുപോയി. ഓർമ്മ ശരിയല്ല. എന്താണ് ഓർമ്മ ശരിയല്ല? എന്താണ് ആക്കിയത്? എന്താണ് ആക്കിയത്? നീ പറ. മറന്നു കക്കൂസ് ചെയ്യിപ്പിച്ചാൽ അബ്ബാസ. വേറെ പിന്നെ
വേറെ അബ്ബാസിന്റെ പേരൊക്കെ അറിയും. മറ്റേ നീല തൊപ്പിട്ടോന്റെ പേരൊക്കെ അറിയാം. ചോപ്പ് തൊപ്പിട്ടോന്റെ പേരൊക്കെ അറിയണ്ട. രണ്ടാളുണ്ടല്ലോ. കൈ കടച്ചിലെടുക്കുന്നു. കുറച്ച് സമയം നിർത്തിക്കോട്ടെ. ഇല്ല കണ്ണാപ്പി കണ്ണാപ്പി എറണാകുളത്താ. വേറൊരു കാര്യത്തിന് ഒരു ഫുഡ് തരോ? എന്റെ പേരെന്താണ് പറഞ്ഞത്? എന്റെ പേര് ഹലോ? ഷെറസാണ്. കാണുന്നുണ്ടോ? ഫുഡ് ഉണ്ടോ? ഫുഡ് ഫുഡ് തന്നില്ലേ? പിന്നെ ഫുഡ് തന്നെ ആ പറ ഒരു ഒന്ന് പറഞ്ഞു. ആ കേൾക്കാം. ഹലോ. കാണിക്കണമെന്നാണ്. അവര് പറയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിലല്ല, സംസാരത്തിൽ തിരിച്ച് അവരെന്റെ അടുത്ത് സംസാരിക്കുന്നത് പറ്റില്ല. സംസാരിക്കലെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല. ബ്രോ അതായത് അവരെന്റെ അടുത്ത് പറ്റില്ല. വാങ്ങിട്ടാൻ ഞാൻ പറഞ്ഞു. എന്റെ അടുത്ത് അവരങ്ങനെ പറ്റില്ല. അവരെന്റെ അടുത്ത് കരുതിക്കോന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ഓരോ ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരം പറയുന്നത്. നമ്മൾ നമ്മുടെ റൂള് പറയാം ബ്രോ. അതായത് ഒരാളെ ഹോസ്റ്റ് എടുത്ത് അതായത് എനിക്കറിയാം. പേടിയോടെ വേണം വ്യക്തമായി സംസാരിക്കാൻ. എനിക്കറിയാം. അപ്പം പിന്നെ ആ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ബ്രോ. മനസ്സിലായി. ബ്രോയ്ക്ക് ഇവരെ ബുദ്ധിമുട്ടാണ്. ചെയ്തതെന്ന് വെച്ചാ അവര് പറയുന്നൊക്കെ നമ്മൾ ചെയ്തായിരുന്നു. അവര് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ മിണ്ടില്ല. അവര് ഇപ്പൊ മിണ്ടരുത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് മിണ്ടാലോ. ഓക്കെ മിണ്ടാൽ ബ്രോ. പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അപ്പൊ നമ്മളും നമ്മുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകും. അപ്പം പിന്നെ ബ്രോയ്ക്ക് അത് ബുദ്ധിമുട്ടാവും. അല്ല അങ്ങനല്ല ബ്രോ. ഇപ്പൊ അവരുടെ അടുത്ത് ഇത് കേൾക്കാൻ പറഞ്ഞു കഴിക്കും. വേണ്ട ബ്രോ, കാണുമ്പോ എനിക്കത് മനസ്സിലാവില്ല. അപ്പം ബ്രോ ഹോസ്റ്റേജ് ആയിട്ട് നിൽക്കുവാണ്. ബ്രോ അവര് പറയുന്നത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏത് രീതിയിലാന്നുള്ളത് ഞാൻ മണ്ടയ്ക്ക് കാണുന്നുണ്ട്. അങ്ങനെ അപ്പം പിന്നെ ചെയ്യണ്ട. ശരി അങ്ങനെ ചെയ്യില്ലേ. നിങ്ങ ആരാ ഹോസ്റ്റേജ് എടുത്തേക്കുന്ന? എന്തേ അവരെ കൊണ്ടൊരു പായസം വെപ്പിക്കാൻ പറ്റുമോ? അവനെ കൊണ്ടാ? എന്തിന്? ഇവൻ തന്നെ എന്നെ കൊണ്ട് പായസം വെപ്പിച്ചാണ്. നോക്കട്ടെ സെറ്റ് പായസം എല്ലാം വെപ്പിക്കുന്നത് അവനെ കൊണ്ട്. നോക്കട്ടെ അറിയില്ല. പറഞ്ഞ വേറൊരു സാധനം എടുത്തിടുവൻ. ഓക്കെ ബ്രോ. അപ്പം ബ്രോ മാന്യമായിട്ട് ഒരു തിയറാപ്പി എങ്ങനെയാണോ അതുപോലെ രീതി ചെയ്യുക. അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാകും. ബ്രോയ്ക്ക് പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ആ ബുദ്ധിമുട്ടോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ബ്രോ ലൈവ് നിങ്ങൾക്ക് ഡിലേ ഉണ്ടെങ്കിൽ 2x ലൈവ് ഉണ്ടോടാ. നിങ്ങൾ ചെയ്തോ നിങ്ങൾ പരിപാടി. കഴിക്കോടാ. വാശി വരുന്നില്ല. സോറി മൈ ബാഡ്. ഹലോ അഡ്മിനെ ഉണ്ടോ? അഡ്മിൻ ഹലോ പറഞ്ഞു അഡ്മിനെ ഇപ്പൊ ടൈം റീസ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ തൊട്ടല്ലേ അവര് ഫിയർ കാണിച്ചിട്ടല്ലോ. എന്താ തുടക്കം നോക്കിയാണ്ട് അവന് കേറാൻ പറ്റുന്നില്ല. ഫുഡൊക്കെ കഴിച്ചോടാ. ഫുഡ് കഴിച്ചു. ബബിൾ ടീയും വേറെന്തോ കഴിച്ചു. ഓ പറ എന്തോ പിന്നെ മുട്ടും കൂടെ അണ്ണനെയൊക്കെ പറഞ്ഞു. നീ നിർത്തിക്ക ഇങ്ങോട്ട് വാ. എടാ നിർത്തിക്ക ഇങ്ങോട്ട് അങ്ങോട്ട് കുറച്ച് ബാക്കിലോട്ട്. എടാ എടുത്ത് മതിരാ. ബാക്കിലോട്ട് വാ. ഗ്യാങ് ഹൗസ് മറ്റേ ലോഗോന്റെ എടുത്തുക. ചിരിക്കാനുള്ളതെല്ലാം എടാ ഇങ്ങോട്ട് വന്നാടാ. ലോഗോന്റെ അടുത്തോട്ട്. ഇത് മൊത്തം ഒരു റൗണ്ട് ഫുൾ ഓടിക്കേ. ഈ ലോകം മൊത്തം ഓടിക്കാം. അല്ല ഈ ലോകം മൊത്തം ഓടിക്കാം. ഓ എന്തോ ഓട്ടം നോക്കിയേ. ഓ എടി ഇവന്റെ ഓട്ടം നോക്കിയാടാ. വന്ന് കണ്ടേ. നിക്കല്ലേ. ഓടിക്കോ. അങ്ങനൊന്നും പറയില്ല. അവൻ ഓടും. നിക്കവൻ പറഞ്ഞനുസരിക്കുന്നവനാ. എന്ത് പറഞ്ഞ അനുസരിക്കും. നീ അവനെടുത്ത് അവൻ നേരെ ഗ്യാങ്സ് വന്ന് കുനിഞ്ഞു നിന്നടാ. ഓ നേരെ എന്താ ചെയ്യണെന്ന് പറഞ്ഞ നേരെ കുനിഞ്ഞു നിന്ന്. മൂവി എന്താന്ന് വെച്ചാ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യിപ്പിക്കാനുള്ളതൊക്കെ ചെയ്യിപ്പിച്ചവിടാ. ഇവനും കൊണ്ടേ മറ്റേ ഇത് പറപ്പിക്കണേ. അണ്ണന്റെ പേര് വെച്ച് സോറി.
അല്ല അത് വേണം പറയിപ്പിച്ചാൽ മതി. മറ്റേ എക്സാറ്റ് പറച്ചാറ്റ് അങ്ങനെ ഇതൊന്നല്ല, അവനെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി. നമ്മളെ മറ്റേ ഇവനെ കൊണ്ട് ചെയ്തില്ല, മറ്റേ ഈ മറ്റേ ഫേക്ക് മറ്റേ ഫേക്ക് അവൻ അതേമാതിരി ഇവനെ കൊണ്ട് അവൻ ചെയ്യാൻ. മറ്റേ ഇതട്ടെ സ്പൈഡർമായിട്ട് ഇരുന്നേ. സ്പൈഡർമാൻ അല്ല കുനിഞ്ഞിരുന്നി കുറച്ചു പോയി തന്നെ. ഇരുന്നേ ഇരിക്കും. ചുണ്ടൊക്കെ വലുതായിരിക്കുന്നത്. സോറി മൈ ബാഡ് അങ്ങനെ തന്നെ ഇരുന്നോ. അങ്ങനെ തന്നെ തിരിഞ്ഞിരിക്കണം. തിരിഞ്ഞിരിക്കന്നെ. മറ്റേ ആ പരിപാടിയല്ല, നീ പാച്ചടിയുടെ പരിപാടിയല്ല ഇപ്പൊ ശരി. അവിടുത്തെ ഇവിടെ എങ്ങനെയല്ല, ഇവിടെ കുട്ടന്മാരല്ല കേട്ടോ. ശരി മനസ്സിലായി. ആ. പറഞ്ഞതിന് നന്ദി. നന്ദി. എത്രയുള്ളൂ മതി, എത്രയുള്ളൂ. നല്ല ശീലമുണ്ടെന്ന്. എന്താ പറയിപ്പിക്കലെന്ന് വെച്ചാ പറയിപ്പിച്ചാ ചുണ്ടൊക്കെ വലുതായിരിക്കുന്ന എടുത്തിട്ട് വന്നാണോ? എന്താ പറഞ്ഞാ ഞാൻ കണ്ടിട്ടുള്ള ചിലവർക്ക് ഇടുപ്പ് കൂടുതലുള്ളവർക്ക് വലിപ്പ. ഇടുപ്പ് മീൻസ് ഹിപ്പാണോ? ആ കൊള്ളാം, ചെറിയ കൊള്ളാം. കിട്ടില്ല തപശ്ശേരി മനസ്സിലാവില്ല മോനെ, ഇച്ചിരി വളരാനുണ്ട്. അതാ ശരിയാ. അതാ പൂട കുറച്ചുകൂടെ മുളയ്ക്കാണ്ടതാ. കൂടെ എനിക്ക് താല്പര്യമില്ല. അപ്പം തിരിച്ചു ആ കളിക്കാൻ സമയമുണ്ട് ഇനിയും. അപ്പം കുറച്ചുകൂടെ പ്രായം കുറവല്ലേ അതാ. അതാ പ്രായം കുറവല്ലേ നല്ലത്. അത് പ്രായം കുറവല്ലേ. അതാ ഇല്ലടാ ഇപ്പൊ. ഞാൻ പറഞ്ഞോ സോറി വാസോണ്ണ, ഇനി അങ്ങനെ പറയത്തില്ല. സോറി വാസോണ്ണ, അങ്ങനെ പറയാം. പതുക്കെ നീ മര്യാദക്ക് പറഞ്ഞ നീ അങ്ങനെ നീ ഇതാവല്ലേ നിന്റെ മറ്റേ രാത്രിയുടെ പണിയുടെ മറ്റേ രാത്രി പണി ഇവിടെ വേണ്ട. സോറി വാസോണ്ണ, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. അങ്ങനെ ഉണ്ടോ? നീ നോർമലി പറഞ്ഞാ നോർമലി നോർമലി സംസാരിക്കേ നീ കേട്ടോ. വാസോണ്ണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. നിന്റെ അടുത്തല്ലേ പറഞ്ഞാ നോർമലി പറഞ്ഞാ. നീ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ പിടിക്കുന്നത്? ഓക്കെ, നീ നോർമലി എന്തെങ്കിലും സംസാരിച്ചേ. വാസോണ്ണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. അത് നീ ഒരു 20 വട്ടം പറ. വാസോണ്ണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. വാസോണ്ണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. വാസോണ്ണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. വാസോണ്ണ സോറി. എന്തിനാണ് കരയുന്ന അതിന്റെ ഇടയ്ക്ക് അവിടെ? എടാ കരയണ്ട 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 കരയണ്ട. പറയത്തില്ല. 5 വട്ടായി. ഒരു മിനിറ്റ് വെള്ളം കുടിച്ചു. ഫുഡ് ഫുഡ് നിന്റെ കയ്യിൽ ഫുള്ളാന്ന് പറഞ്ഞ വെള്ളം. അതിന് മറ്റേ രണ്ടും ഫുഡ് അടിച്ചത്. ആ ഇനി മറ്റേ വാ അടുത്ത് ഫുഡി പറഞ്ഞോ. ഇവിടെ വികാരം വേണ്ട, വികാരം വേണ്ടേ? അത് ഉള്ളി തട്ടി പറഞ്ഞാണ്. വാസോണനെ കുറിച്ച് പറഞ്ഞോണ്ട് തട്ടണ്ട തട്ടണ്ട. അല്ല അത് എന്റെ വാസോണനോടുള്ള റെസ്പെക്ട് മൂലം. വേണ്ടടാ റെസ്പെക്ട് വേണ്ട. റെസ്പെക്ട് വേണ്ട. വാസോണ സോറി. എന്താ പറഞ്ഞ മറന്നുപോയി. ആ ലൈൻ ഒന്ന് പറ. വാസോണ സോറി, ഇനി അങ്ങനെ പറയത്തില്ല. വാസോണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. വാസോണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. വാസോണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. വാസോണ സോറി, ഞാൻ അങ്ങനെ പറയത്തില്ല. വാസോണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. വാസോണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. വാസോണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. അല്ല സോറി 18. വാസോണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. വാസോണ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല. നന്മയുള്ള പയ്യൻ. എടാ നീ മറ്റേ ഈ ഇമോട്ട് ഉണ്ടല്ലോ, അതിലൊരു മറ്റേ ഒരു ബോങ് എന്ന് പറഞ്ഞിട്ടൊരു ഈ സാധനം ഉണ്ട്. ഞാൻ അതൊന്ന് ചെയ്തു. ആ ബോങ് എന്ന് പറഞ്ഞിട്ടൊരു മറ്റേ ആ ബോങ് 2 ആ ബോങ്ങാ. ഞാൻ ഒന്ന് അടിച്ചേ ചെയ്തൊന്ന്. ഓ ഏതാ ബ്രോ ഇത് ശ്വാസകോശം അല്ല, അതെനിക്ക് ഇഷ്ടമല്ല. വേറെ എന്ത് ചെയ്യിപ്പിക്കോ? അവനെ കൊണ്ട് എന്തേലും ചെയ്യിപ്പിച്ചാ മതിയല്ലേ പറഞ്ഞ പൊട്ടിച്ചവര്. അന്നാ ചെയ്യിപ്പിക്ക് നീ വന്നിട്ട്. ഞാൻ ഊത്ത് ഞാൻ ഇവിടുന്ന് ഒപ്പിക്കാനേ. നീ ഊത്ത് എന്ന് പറഞ്ഞ ഏകദേശം സാധനം അത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ പറഞ്ഞ സാധനം വേണ്ട, എന്തിനും എന്തൊരു സാധനം വേണ്ട, അത് മാത്രമുള്ള വായിൽ വെക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാൻ? ഗുഡ് അത് ബോങ്. ഇവൻ കുറച്ചായിരുന്നു ടർഫിനെ കാര്യം അണ്ണനെയൊക്കെ പറഞ്ഞത്. അല്ലടാ അത്
ഇവനറിയാം, ഇവൻ മുമ്പത്തെ കാര്യമൊക്കെ പറഞ്ഞേ. ടർഫ് തോറ്റില്ലായിരുന്നു പറഞ്ഞാള്. മുച്ചിരി മുച്ചിരി. ആ എടാ ബാക്കിയുള്ളവർക്ക് എന്താന്ന് ചെയ്യിപ്പിക്കാനുള്ളതെന്ന് ചോദിച്ചോട്ടെ. ആർക്ക് ഇപ്പൊ ഇനിയിപ്പോ ആർക്കും ഇല്ലടാ സംസാരിക്കാൻ, അല്ലാത്തവർക്ക് എല്ലാം സംസാരിക്കും. നിർത്തിട്ട് കത്തിക്കടാ, നിർത്തിട്ട് കത്തിക്ക. എന്ത് പറ, അവനൊന്നും നോക്കണേ പറ. എന്ത് വേണ്ട ഗോകുവാ ഗോകുവാ. മരുന്ന് നിർത്തില്ല. എത്ര നേരം എഴുതിട്ട് ടൈം നോക്കണ്ടാ. അതായിരിക്കും നല്ലത്, വേറെ ഒന്നും ഇപ്പൊ ജയിക്കാറില്ല. ചെക്ക പറഞ്ഞു എന്നാ പറഞ്ഞിട്ടോ കൊല്ലല്ലേ കൊല്ല നിർത്തിട്ട് കത്തിക്ക. കൊല്ലല്ലേ വെറുതെ. നിന്റെ ലീഡറിന്റെ പേരെന്താടാ? അവൻ സിറ്റിസനാ. സിറ്റിസൺ ലീഡറിന്റെ പേരെന്താ? അല്ല എടാ സിറ്റിസൺ അതൊന്നും ചോദിക്കണ്ട, നീ ഇത് ചെയ്യിക്കും. വേറെ കോലീറ്റർ വേറെ കോലീറ്റർ പിന്നെ വേറെ 2 കോലീറ്റർ ഉള്ളോ? മറ്റേത് ഡൂപ്പ. അടിപൊളി. അവനെ കോഴിഡർ ആക്കിയില്ലെങ്കിൽ പ്രശ്നമാണ്. ഇറങ്ങുവേ, ഞാൻ അങ്ങോട്ട് അങ്ങ് ഇറങ്ങുവേ. ചെയ്ത അവരെ നിർത്തി കത്തിച്ചേരും. കിടക്കാളോ. എന്തൊക്കെയായിരുന്നു ഗ്യാങ്സ് വന്നപ്പോ കുനിഞ്ഞു നിക്ക കിടക്ക. സത്യത്തിൽ ഇവന് വേറെന്തോ പരിപാടിയാണ്, മനസ്സിലായില്ലേ? കറക്റ്റ് അത് മിക്ക വന്നല്ല നീ. ആ കൂടെ നിന്ന് കത്താൻ പോണ ഒരുത്തും. അത് പെയ് ഷെർസൺ. എനിക്കറിഞ്ഞോളിയാ.